ദേവിയെ പോലെ വന്ന് അമൂല്യ മേഡം എന്നെ രക്ഷിച്ചു. ഇല്ലായിരുന്നെങ്കിൽ ഈ രാക്ഷസി എന്നെ ഇപ്പം വീട്ടിലേക്ക് പറഞ്ഞു വിട്ടേനെ. എന്തിനാ ഇങ്ങനെ നോക്കുന്നത്? ലെറ്റർ എടുത്തോണ്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം നിന്നെ കാണിച്ചു തരണോ ഇനി? Both of you just get out of my cabin. ഞങ്ങൾ പോയിക്കോളാം. എന്നാൽ ഇത് വേദാന്തിന്റെ ക്യാബിനാ. ആ സീറ്റിലിരിക്കുന്നവർക്ക് വേദാന്തിന്റെ യോഗ്യത ഉണ്ടാവണമെന്നില്ല. അറ്റ്ലീസ്റ്റ് ആ സീറ്റിനോട് കുറച്ചെങ്കിലും റെസ്പെക്റ്റ് എങ്കിലും കാണിക്കേ. വാ സുമേഷേ. മേഡം, താങ്ക് യു മേഡം. എന്നാലും നിങ്ങൾ ഏത് ഗ്യാപ്പിലാണ് എന്റെ ജോയിനിങ് കോൺട്രാക്ട് വായിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. HR പ്രസന്റേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ എല്ലാ ഫയൽസും ചെക്ക് ചെയ്തായിരുന്നു. അതിലൊരു ഡോക്യുമെന്റിന്റെ അകത്ത് എംപ്ലോയി ടെർമിനേഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതിലാണെങ്കിൽ ചിലർക്ക് മാത്രം സ്പെഷ്യൽ പോളിസി ഉണ്ടെന്ന് മെൻഷൻ ചെയ്തിരുന്നു. ആർക്കൊക്കെയാണെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് തന്റെ പേരും അതിൽ കണ്ടത്. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി തോന്നി വായിച്ചു തീർത്തു. താങ്ക് യു മേഡം. ജോലി എന്ന് വെച്ചാ അത് നിങ്ങളുടെ അടുത്തുനിന്ന് തന്നെ പഠിക്കണം. വിരലൊന്ന് നീട്ടിയാ ബോഡി നിന്ന് വിറയ്ക്കും. നിങ്ങളുടെ ക്യൂരിയോസിറ്റി ഇന്ന് എന്റെ കരിയറിനെ രക്ഷിച്ചു. താങ്ക് യു. നിങ്ങളെ രണ്ടുപേരെ എങ്ങനെ നമ്പാൻ പറ്റും? ഞാൻ സത്യമായിട്ട് മാറിയടാ മോനെ. എന്നെ ഒന്ന് വിശ്വസിക്കും, എന്നെ ഒന്ന് വിശ്വസിക്കണം പ്ലീസ്. ഇത്രയൊക്കെ ബഹളം വെക്കാനുള്ള കാര്യം എന്താ ഇരിക്കുന്നത്? ആ പൂർവ്വജന്മത്തിലെ പുണ്യം. അതൊക്കെ മറക്കാനായിട്ട് നമുക്കൊരു ഫുള്ളൊക്കെ എടുത്തെടുത്ത് ചിക്കൻ വറുത്ത് എന്തിനാടി തൊണ്ട പൊട്ടുന്ന പോലെ വിളിച്ചു പോകുന്നേ? ഒന്ന് പതുക്കെ വിളിച്ചോടെ. നിനക്ക് കേൾക്കുമ്പോ തന്നെ ടെൻഷൻ ആവുക. അമ്മേനെ വിളിക്കുമ്പോ വന്നിരിക്കും അച്ഛമ്മ ബുക്കും കൊണ്ട്. അവിടെ എങ്ങാനും പോയിരുന്നു വായിച്ചോ? വലിയ ബുദ്ധി അവക്കുന്ന വിചാരം. ഈ അഹങ്കാരി നിനക്ക് ഈടായിട്ട് കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അമ്മ നോക്കമ്മ ഇവിടെ വഴക്കുണ്ടാക്കുന്നത്. നിർത്ത പിള്ളേരെങ്ങനെ. അവള് കൂവുന്ന വെച്ച് നീ ഇങ്ങനെ അങ്ങ് കൂവി തെളിവാണോ? നിങ്ങക്ക് വേറൊരു പണിയില്ലേ കുട്ടികളെ? ഇതുപോലെ കൂവിയാലേ നിങ്ങളുടെ തൊണ്ടയൊന്നും ബാക്കി കാണത്തില്ല കേട്ടോ. ഇവള് വിളിച്ചതേ അമ്മ കേട്ടില്ല. പിന്നെ ഞാൻ പതുക്കെ വിളിച്ചാ കേട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാ ഞാൻ ഒച്ചത്തിൽ വിളിച്ചത്. ഇങ്ങനെ ഒച്ചത്തിൽ വിളിച്ചാലേ തൊണ്ടയല്ല ഹൃദയം കൂടെ തവിട് പൊടിയേ അങ്ങ് പോകും. അത്രേ ഉള്ളൂ. അമ്മ ആദ്യം വിളിച്ചത് ഞാനാ. കാര്യം എന്താന്ന് ചോദിക്കാതെ പഞ്ചായത്തിലെ പോലെ സംസാരിച്ചോണ്ടിരിക്കുക. ശരി അമ്മ ശരി. വിഷയം എന്താന്ന് വെച്ചാ പറയേ. ഇനി അതിനും നിങ്ങൾ വഴക്കുണ്ടാക്കണ്ട. അമ്മ അപ്പുറത്തെ വീട്ടിലെ ജലജാക്ഷി ആന്റി ഉണ്ടല്ലോ. പോയോ? നോക്കമ്മ എന്നെ കളിയാക്കുന്നത് കണ്ടോ? അതിഥി നീ ഒന്ന് ചുമ്മാ ഇരിക്കുവോ? പറ എന്താ കാര്യം? അവരുടെ മകൻ ചിണ്ടുവിന്റെ ബർത്ത്ഡേ അമ്മ നാളെ. അതിനിപ്പോ എന്ത് വേണം? അതിനൊക്കെ ഉണ്ട്, അതിനാ വന്നത്. ഓ നേരെ വിഷയത്തിലേക്ക് വാ പിള്ളാരെ. അല്ലെങ്കിൽ ഇതേപോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ. അമ്മ കാറ്ററിംഗ് ഓർഡർ എടുക്കില്ലാന്ന് വെച്ച് വേറെ ആർക്കും ഓർഡർ കൊടുത്തെന്ന്. പക്ഷെ അവര് ലാസ്റ്റ് ആയപ്പോ കൈയൊഴിഞ്ഞെന്ന്. അയ്യോ പാവം മോളല്ലേ. നിങ്ങൾ ഇങ്ങനൊന്നും ചെയ്യല്ലേ കേട്ടോ. അതുകൊണ്ട് ആന്റി ജ്യൂസ് മുറുക്കും എല്ലാം പുറത്തുനിന്ന് വാങ്ങിക്കാം, മെയിൻ ഐറ്റംസ് എല്ലാം അമ്മ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. മല്ലിയില വാങ്ങിക്കാൻ പോയവള് നാട്ടിലെ മൊത്തം കാര്യം കേട്ടിട്ട് വന്നിരിക്കോ. ഇങ്ങനെ പോയാൽ നീ ഡേഞ്ചറസാ. നോക്കമ്മേ മല്ലിയില മേടിച്ചില്ല. മല്ലിയില ഒന്നും കിട്ടിയില്ലടേ. നീ ചുമ്മാ എടുക്കേറി സംസാരിക്കരുത്. അമ്മ എല്ലാം മറന്നുപോവും. അമ്മ അവരോട് എന്താ പറയണ്ടേ? ശരി വിടെ, ഞാൻ ജലജോട് ഫോൺ ചെയ്ത് പറഞ്ഞോളാം. വൈകിട്ട് എനിക്ക് വേറെ ജോലിയുണ്ട്, എനിക്ക് വരാൻ പറ്റില്ലെന്ന് ഞാൻ അവളോട് പറയാം. അയ്യോ അതിന് നീ എന്തിനിങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കുന്നേ? പോയി ചെന്ന് കളിക്ക് പോ. എല്ലാരും കൂടെ എന്റെ വയറ്റത്തടിക്കാനുള്ള പണിയാ സിദ്ധാർത്ഥ് സാറേ. ആ പെണ്ണുമ്പുള്ള എന്നെ ജോലിന്ന് കളയാനുള്ള പ്ലാനിലായിരുന്നു. അമൂല്യ മേഡം ഇല്ലായിരുന്നെങ്കിൽ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താകുമായിരുന്നു? ഡോൺ വെറി സുമേഷ്, അങ്ങനെയൊന്നും ആവില്ല. ഞാനല്ലേ പറയുന്നേ. ബട്ട് ഇത് എന്തൊക്കെയാ ചേട്ടാ? യോഗ്യത ഇല്ലാത്തവർക്ക് ഒരിക്കലും സ്ഥാനക്കയറ്റം കൊടുക്കരുത്. നിങ്ങൾ എന്തായാലും വേദാന്തിന്റെ പാർട്ട്ണർ അല്ലേ? സുഹാസിനി ആന്റിയോട് ഒന്ന് സംസാരിക്കേ. ഓൾറെഡി ട്രൈ ചെയ്തു അമൂല്യ, പക്ഷെ ബിസിയാന്നാ കാണിക്കുന്നത്. പോരാത്തതിന് ഇതൊന്നും ഫോണിൽ സംസാരിക്കേണ്ട കാര്യമല്ലല്ലോ. അതും സത്യം തന്നെയാ. വേദാന്തിനെ വിളിക്കാന്ന് വിചാരിച്ചപ്പോ അവന്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് എന്നാ പറയുന്നത്. ബോസ് ഇപ്പോഴും ഫ്ലൈറ്റിലായിരിക്കും സാറേ. ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്തിന്? സ്വപ്നത്തിൽ പോലും അദ്ദേഹം അത് ചിന്തിച്ച് കാണത്തില്ല. എന്നാലും സുഹാസിനി ആന്റി എന്തിനാ ഇങ്ങനെ ചെയ്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേട്ടാ. വേദാന്ത് ഇല്ലെങ്കിൽ വിക്കി ചേട്ടനുണ്ടല്ലോ, ശ്രീധർമാമനും ഉണ്ടായിരുന്നു. അതുമില്ലെങ്കിൽ ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ.
അതൊക്കെ വിട്ടിട്ട് പോയി ആ സാഹിത്യയെ പിടിച്ച് MD ചെയറിൽ കൊണ്ടെത്തിയില്ലേ? എന്ത് കാര്യം ഉണ്ടായിരുന്നു അവർക്ക്? ഹലോ ആന്റി, കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കുന്നുണ്ട് ആന്റി. എന്നെ ഇവിടെ MD ആക്കിയതിന് ഒരുപാട് നന്ദി. മൂല്യേ, ശരിയായി ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. സാഹിത്യ, സന്തോഷം കൊണ്ടെല്ലാം മറന്നു പോവരുത്. ഇതുവരെ കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല നടന്നിരുന്നത്. ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ അവസരം നഷ്ടപ്പെടുത്താൻ പാടില്ല. ഡോണ്ട് വറി ആന്റി, ഞാൻ ശാരികയല്ല. ഇപ്രാവശ്യം നിങ്ങൾ ഉത്തരവാദിത്തം തന്നത് എനിക്കാ. അത് ഞാൻ നന്നായി തന്നെ നോക്കിക്കോളാം. ഈ കാര്യത്തെക്കുറിച്ച് വേദാന്തിനൊന്നും അറിയില്ല, അറിയാനും പാടില്ല. കെയർഫുൾ ആയിട്ട് നീ അത് ഹാൻഡിൽ ചെയ്. അതിനെപ്പറ്റി ഒരുപാട് ബോധർ ചെയ്യണ്ട ആന്റി. വേദാന്തിനെ ഇക്കാര്യം ഞാൻ അറിയിക്കില്ല. നീ കുറേയേറെ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സാഹിത്യ. പക്ഷേ നിങ്ങളുടെ കല്യാണക്കാര്യത്തിൽ വേദാന്ത് എന്റെ വാക്കിനെ മറികടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല. പോസ്റ്റ്മോർട്ടം ചെയ്തതുകൊണ്ട് ഇതിലൊരു ലാഭവും ഇല്ല ആന്റി. അങ്ങനെയല്ല സാഹിത്യ. അവൻ തിരിച്ചു വരുമ്പോ കാര്യങ്ങളൊക്കെ കറക്റ്റായി പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. പിന്നെ നീ ഇപ്പൊ ഇരിക്കുന്ന സ്ഥലം വളരെ പവർഫുള്ളാണ്. അതിനെ ശരിയായിട്ട് വേണം യൂസ് ചെയ്യാൻ. താങ്ക്സ് ആന്റി. വേദാന്ത് തിരിച്ചു വരുന്നതിന് മുൻപ് അവർ ചേഞ്ച് ആയേ പറ്റൂ. ചേഞ്ച് ആവാൻ തയ്യാറാവാത്തവരെ കൂടെ. എനിക്ക് തോന്നുന്നത് വേദാന്ത് സാഹിത്യയെ കല്യാണം കഴിക്കില്ലെന്ന് പറഞ്ഞതിന് അമ്മായി ഇങ്ങനെ ചെയ്യുന്നതെന്നാ. അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാ ചേട്ടാ? അമ്മായിക്ക് വേദാന്ത് പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. സാഹിത്യയും അമ്മായിയുടെ അടുത്ത് പോയി കരഞ്ഞ് കാല് പിടിച്ച് കാണും. സിമ്പതി കണ്ടിട്ട് അവരിങ്ങനെ ചെയ്താണെന്ന് തോന്നുന്നു. സിമ്പതിയൊക്കെ ശരി തന്നെ. എന്നാലും കമ്പനിയുടെ പൊസിഷനെ കുറിച്ചെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? ഇത്ര വലിയൊരു കമ്പനി അവളെ കൊണ്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും? അവൾക്ക് ശരിക്കും നമ്മുടെ കമ്പനിയുടെ പോളിസി പോലും അറിയില്ല. അമൂല്യ, ഒരു മിനിറ്റ്. ജോലി ചെയ്യാൻ പറഞ്ഞപ്പോ ഇവിടെ വന്ന് കഥ പറഞ്ഞുകൊണ്ടിരിക്കുവാണോ? സാഹിത്യം Shut up, അമൂല്യ. ഐ നീഡ് യു ഇൻ മൈ ക്യാബിൻ നൗ. എടാ സുമേഷേ, താൻ എന്റെ PA തന്നെയല്ലേ? ഇപ്പോഴത്തേക്ക് അതെ മേഡം. വരൂ രണ്ടുപേരും. പോയി കോഫി കൊണ്ടുവാ. കോഫി വേണമെങ്കിൽ അതിനാ ഇവിടെ രാമുചേട്ടനുള്ളത്. ഞാൻ എന്തിനാ പോയി കൊണ്ടുവരുന്നേ? രാമുചേട്ടാ, രാമുചേട്ടാ, കോഫി എടുത്തോണ്ട് വാ. അവരുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് എന്തിനാ പറയുന്നേ? അതിനാ പറയുന്നത് ഓവർ സ്മാർട്ട് കാണിക്കാൻ പാടില്ലെന്ന്. എന്താ അവരിപ്പോ ലീവിലാണോ? രാമൻ ചേട്ടൻ ജോലിക്ക് വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞിരിക്കാൻ ഞാനിപ്പോ HR അല്ല, MD. അതുമാത്രമല്ല, നീ ഇനി എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാനും പാടില്ല. ഞാൻ പറയുന്നത് മാത്രം നീ കേൾക്കണം. ഞാൻ MD ആണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല അമൂല്യ. നീ എന്ത് ചെയ്യുന്നു എനിക്കറിയണ്ട. ഇന്നു മുതൽ കഫറ്റേറിയ നോക്കേണ്ടത് നിന്റെ ചുമതലയാ. അതെന്റെ ജോലിയല്ല. പക്ഷേ അത് അഡ്മിൻ അണ്ടറിൽ വരുന്ന കാര്യമല്ലേ? സോ മുന്നത്തെ പോലെ കഫറ്റേറിയ വർക്കാവുകയും വേണം. മാത്രമല്ല, നീ വേറെ മാൻ പവർ ഒന്നും ഇതിൽ യൂസ് ചെയ്യാനും പാടില്ല. പക്ഷെ ഈ മുഴുവൻ കഫേറ്റേറിയയും ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നത്? കുക്കിംഗ്, ക്ലീനിങ് എല്ലാം ചെയ്യേണ്ടി വരില്ലേ?
എത്ര എംപ്ലോയീസ് ഇവിടെ ഉള്ളതെന്ന് നിനക്ക് നന്നായി അറിയില്ലേ? എന്റെ അടുത്ത് പ്രോബ്ലംസ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാര്യങ്ങൾ നടക്കണം, അത്ര തന്നെ. വേദാന്തിന് മാത്രം ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ലിസ്റ്റിൽ സുമേഷ് മാത്രമേ ഉള്ളൂ. നീ അതിലില്ല. ജോലിയോട് ശ്രദ്ധയുണ്ടെങ്കിൽ ഭയം, ഭക്തി, സ്നേഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓർഡറിനെ ഫോളോ ചെയ്യും. സാഹിത്യം, ഞാൻ പറയുന്ന കേക്ക്. ടൈം ഈസ് ടിക്കിംഗ്. ടിക് 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 ടിക്. അതേതോ ആദ്യയുടെ അടുത്ത സംസാരിച്ചോണ്ടിരുന്നേ. അതാരാന്ന് മനസ്സിലാക്കാൻ നോക്കിയപ്പോ നീ എന്തിനാ അറിയുന്നേന്ന് ചോദിച്ച് വഴക്കിടാൻ വന്നു. വലിയ സീക്രട്ട് കീപ്പറെ പോലെയാ പെരുമാറുന്നേ. അല്ല, ഇവന് നമ്മളെ അല്ലാതെ വേറെ ആരെയും പരിചയമില്ല. ശരിക്കും ഇവൻ അനാഥനാണോ? ഇതെല്ലാം മനസ്സിലാക്കിയേ പറ്റൂ. അതിന്റെ കൂടെ എന്റെ അടുത്ത് ഈ കളിയൊന്നും നടക്കില്ലെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. പണിയൊന്നുമില്ലേ? ഇത് എവിടെ നടി കാറ് പിടിച്ച് വരുന്നേ? നിന്റെ മുഖം നോക്കിയേച്ചി, നല്ല ചുവന്ന് തൊഴുത്ത ഒരു കള്ളനെ പോലുണ്ട്. അല്ല, നീ കണ്ണേട്ടന്റെ റൂമിനടുത്ത് എന്താ ചെയ്യുന്നേ? കണ്ണ് കാണുന്നില്ലേ? ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവാ. ശരി, പിന്നെ എന്തിനാ പേടിച്ചേ? എനിക്ക് നിന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. അതെന്താണെന്ന് വേഗം പറഞ്ഞു തൊലക്കേ. അമ്മയുടെ അടുത്ത് വീണ്ടും കാറ്ററിംഗ് ഓർഡേഴ്സ് എടുക്കാൻ പറയാമോ? കൂടുതൽ ആൾക്കാരുടെ അല്ലെങ്കിലും കുറച്ച് ആൾക്കാരുടെ എങ്കിലും എടുക്കാൻ സമ്മതിപ്പിക്കാമോ? കുറച്ച് ആൾക്കാരുടെ ആണെങ്കിൽ പാത്രവും സാധനങ്ങളുടെ ആവശ്യമേ ഇല്ല. അമ്മയല്ലേ വേണ്ടെന്ന് പറഞ്ഞത്? അമ്മ വേണ്ടെന്ന് പറയും, പക്ഷെ അമ്മയ്ക്ക് കേറ്ററിംഗ് വളരെ മിസ് ചെയ്യുന്നുണ്ട്. അതുമല്ല, കാറ്ററിംഗ് ഉണ്ടെങ്കിൽ കയ്യിൽ കുറച്ച് കാശും ഉണ്ടാവും. എല്ലാത്തിനും ഹെൽപ്പ് ആവുമല്ലോ. പറഞ്ഞത് ശരിയാ, പക്ഷെ അമ്മ ഇതിന് സമ്മതിക്കും തോന്നുന്നില്ല. ശരി, അത് പിന്നെ നോക്കാം. ഇന്ന് എനിക്ക് സ്കൂളില്ല, നിനക്കും ലീവാണ്. നമുക്ക് തന്നെ ട്രൈ ചെയ്യാമല്ലോ. ശരി, എന്തായാലും മുതുക്കി വന്ന ശേഷം സംസാരിച്ച് തീരുമാനിക്കാം. ഓക്കെ. കാട്ടുപോത്ത് എവിടെ പോയി? എവിടെ പോയി തോലഞ്ഞോ? സരോജ, തറ തുടയ്ക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? വരുന്നു അമ്മേ. ചോദിക്കുമ്പോ എല്ലാവർക്കും ലീവ് വേണം. മടി പിടിച്ചിരിക്കാൻ കുഴപ്പമില്ല. ഒരു വീട്ടിലും തരാത്ത ശമ്പളമാണ് ഞാൻ നിനക്ക് തരുന്നത്. കൊറോണ സമയത്ത് കൂടുതൽ ശമ്പളം തന്നിട്ടുണ്ട്. പിന്നെ പറയുന്ന സമയത്ത് പറയുന്ന പണി ചെയ്യാൻ എന്താ ഇത്ര താമസം? അമ്മേ, ഇവിടെ ആരോ ഒളിച്ചു നിൽക്കുന്നെന്ന് തോന്നുന്നു. നീ ആദ്യം നിന്റെ ജോലി ചെയ്, ഞാൻ നോക്കിക്കൊള്ളാം. അവളെന്നെ കണ്ടെന്നാ തോന്നുന്നത്. സുഹാസിനി അമ്മ എങ്ങാനും ഇങ്ങോട്ട് വന്നാ ഞാൻ പിടിക്കപ്പെടും.